പടയപ്പ 2 സിനിമ വരിക എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങളെ രജനീകാന്തിൻ്റെ കുറേ പടങ്ങൾ, ഭാഷ, പടയപ്പ, പിന്നെ മൂன்று മുഖം, അങ്ങനെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പഴയ പടങ്ങൾ അതിലൊന്നും വീഴാത്ത മനുഷ്യന്മാരില്ല. അത്രയ്ക്ക് നല്ല ആക്ടറാണ് നമ്മുടെ രജനീകാന്തും വിജയും ചേർന്നിട്ട് രണ്ടാമത് പടം വരുന്നുണ്ട്. പടയപ്പ 2 ആണെന്ന് പറഞ്ഞു. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസ്. അപ്പോൾ ഞങ്ങൾ കണ്ടു. ഇതിൽ ഫസ്റ്റ് എൻട്രി വന്നിട്ട് രജനീകാന്തിൻ്റെ എന്ന് പറഞ്ഞാൽ രമ്യ വന്നിട്ട് പാമ്പും കുത്തി പൊളിക്കുകയാണ്. ആ സമയത്ത് രജനീകാന്ത് അത് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് വരികയാണ്. അത് ചെയ്യുന്ന തെറ്റാണ് പറഞ്ഞിട്ട് വന്നിട്ട് കൈയിട്ടിട്ട് പാമ്പിൻ്റെ പുത്തിൽ നിന്ന് പാമ്പിനെ വെളിയിലേക്ക് എടുക്കും. അത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടും. ആ സമയത്ത് അതിലത്തെ ഹീറോയിൻ വന്ന് ആ വഴിയിലൂടെ വരും. അവളെ ഇഷ്ടപ്പെടുകയാണ് രജനീകാന്ത്. അപ്പോൾ അവർ പുഴയിൽ കുളിക്കാൻ ചെന്ന് ഇരിക്കുക. അപ്പോൾ അവിടെ രജനീകാന്തിൻ്റെ വർത്തമാനം കേൾക്കും. എനിക്ക് വളരെ ഇഷ്ടമാണ് ആ നടിയെ, എനിക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമായിരിക്കാം. ആ സമയത്താണ് കൗണ്ടറും സെന്തിലും വരുന്ന അവരുടെ ആക്ടിങ് എന്ന് പറയേണ്ട വളരെ നല്ലൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ ലവ് ലെറ്റർ കൊണ്ടേ കൊടുക്കാൻ പറയും. ലവ് ലെറ്റർ കൊണ്ടേ കൊടുക്കും. ഇത് കണ്ടിട്ട് നടി ചീത്ത പറയും. ഇതൊക്കെ കണ്ട് രംഗം വളരെ ചൂടായിക്കൊണ്ടിരിക്കും. അത് ആക്ടിങ്ങിൻ്റെ രംഗം. അതിൽ വന്നിട്ട് രമ്യ വന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുക അദ്ദേഹത്തെ. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ കാള വന്നിട്ട് നടിയുടെ അവിടെ രമ്യയുടെ വേലക്കാരിയായ ഹീറോയിൻ്റെ ചുവന്ന ഡ്രസ്സ് കണ്ടിട്ട് കാള വെറിയ വന്നിട്ട് പൊട്ടിയിട്ട് കയറ് പൊട്ടിച്ച് വന്ന് കുത്താൻ വരും. അപ്പോൾ അവിടെ നിന്ന് രജനീകാന്ത് രക്ഷിക്കുക. ആ രക്ഷിക്കൽ കണ്ടിട്ട് നമ്മൾ ഒരു പ്രത്യേകതരം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ കാണാൻ ഞെട്ടാത്തവരില്ല. അത് കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ചെറിയച്ഛനെ സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ടാവും ശിവാജിയാണ് രജനീകാന്തിൻ്റെ അച്ഛൻ്റെ വേഷം അഭിനയിച്ചിരിക്കുന്നത്. സ്ഥലം എഴുതി കൊടുത്തത് മൊത്തം അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ശിവാജിയല്ല രജനീകാന്തും അമ്മയും പുറത്തേക്ക് പോവുകയും അതിനെ തുടർന്ന് രജനീകാന്തിന് പഴയൊരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് നിന്ന് ഗ്രാനൈറ്റ് മുറിച്ചെടുത്തിട്ട് സ്ഥലം വിൽക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടുണ്ട്, വാഴക്കയിലായിരം തടക്കല്ല മേനിക്കൊരു വഴിക്കല്ലപ്പ. ആ പടത്തിൽ എന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് വിറ്റിട്ട് കാശ് സമ്പാദിക്കുകയാണ്. പഴയൊരു പ്രശസ്തിയിലേക്ക് തിരിച്ചു വരികയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പണക്കാരനായി മാറണ, ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ തൻ്റെ മക്കളെ സ്നേഹിച്ചിട്ട് ഒരു നടൻ വരികയാണ്. ശരിക്കും അദ്ദേഹം ആ നടിയെ സ്നേഹിക്കുന്നുണ്ട്, മകളെ സ്നേഹിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് രമ്യ നമ്പീശിൻ്റെ അമ്മാമ്മൻ്റെ ചേട്ടൻ്റെ മകനാണ്. ആ ചേട്ടൻ്റെ മകനെ വന്നിട്ട് സ്നേഹിച്ച് വിവാഹം കഴിക്കുകയാണ് ക്ലൈമാക്സിൽ. എന്നിട്ട് ആ പടം അതിലൂടെ തീരുകയാണ്. ആ പടം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. രജനീകാന്ത് സ്റ്റൈല് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. നമുക്ക് രജനീകാന്തിൻ്റെ പടയപ്പ 2 എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കാം. ആ പടം വന്ന് നമുക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാം.